സുപ്രഭാതം എഡിറ്റോറിയൽ 2026 ഓഗസ്റ്റ് 17 തിങ്കൾ. രാജ്യം 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോഴാണ് ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ സംസാരിച്ച വേദി BJP പ്രവർത്തകർ ശുദ്ധീകരിച്ചതായുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. രാജ്യം ശക്തമായി പ്രതിഷേധിച്ചിട്ടും നടപടിയുണ്ടാകുമെന്ന് പാർലമെന്റിൽ സർക്കാരിൻ്റെ ഉറപ്പുണ്ടായിട്ടും കുറ്റക്കാർക്കെതിരെ കേസെടുക്കാൻ ഇതുവരെ ഉത്തരാഖണ്ഡ് സർക്കാരിനായിട്ടില്ല. രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് ഖാർഗെ. കർണാടകയിലെ ദലിത് കുടുംബത്തിൽ ജനിച്ച് 84ാം വയസ്സിലും ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നേതാവ്. എന്നിട്ടും തൊട്ടുകൂടാതെ മാറ്റി നിർത്തേണ്ടയാളായി മാത്രമേ രാജ്യത്തെ ഒരു കൂട്ടർക്ക് ഖാർഗെയെ ഇപ്പോഴും കാണാനാവുന്നുള്ളൂ. സത്യത്തിൽ അതീവ ദുഃഖകരവും ഞെട്ടിക്കുന്നതുമായ സംഭവമാണിത്. 1978 അന്നത്തെ ഉപപ്രധാനമന്ത്രി ബാബു ജഗ്ജീവൻ റാം ബനാറസിൽ പ്രതിമ അനാച്ഛാദനം ചെയ്തതിന് പിന്നാലെ അതേ പ്രതിമ ഗംഗാജലം ഉപയോഗിച്ച് ശുദ്ധീകരിച്ച സംഭവം ഇന്ത്യ മറന്നിട്ടില്ല. രാജ്യത്തെ ഏറ്റവും ഉയർന്ന രാഷ്ട്രീയ പദവികളിലൊന്ന് വഹിച്ചിരുന്ന ഒരു ദലിത് നേതാവിന് പോലും ജാതിയുടെ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാനായില്ല. അന്ന് പാർലമെന്റ് പ്രതിഷേധിച്ചു, അന്വേഷണം ആവശ്യപ്പെട്ടു, കുറ്റക്കാരെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ 48 വർഷങ്ങൾക്കിപ്പുറം സമാനമായ ഒരു ചടങ്ങ് വീണ്ടും അരങ്ങേറുമ്പോൾ നാം മുന്നോട്ട് പോയത് എത്രമാത്രം എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നു. ജഗ്ജീവൻ റാമിൽ നിന്ന് ഖാർഗെയിലേക്കുള്ള യാത്ര 48 വർഷം നീണ്ടതാണ്. എന്നാൽ ആ യാത്രയുടെ അവസാനം നാം കണ്ടത് മാറ്റമല്ല, അതേ അപമാനത്തിന്റെ മറ്റൊരു പതിപ്പാണെങ്കിൽ അത് സമൂഹത്തിന്റെ പരാജയമാണ്. ഭരണഘടന ജാതിയുടെ പേരിലുള്ള വിവേചനം നിരോധിച്ചു. സംവരണത്തിലൂടെ ചരിത്രപരമായ അനീതിക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചു. വിദ്യാഭ്യാസവും നഗരവൽക്കരണവും പുതിയ സാമൂഹിക ചലനങ്ങൾക്ക് വഴി തുറന്നു. എന്നിട്ടും ജാതി വീടുകളിലും വിദ്യാലയങ്ങളിലും തൊഴിലിടങ്ങളിലും ആരാധനാലയങ്ങളിലും രാഷ്ട്രീയത്തിലും സാമൂഹിക ബന്ധങ്ങളിലും പുതിയ രൂപങ്ങളിൽ തുടരുന്നു. ഒരിക്കൽ തുറന്ന അപമാനമായി പ്രത്യക്ഷപ്പെട്ടിരുന്ന ജാതിവെറി ഇന്ന് ആചാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും മതത്തിൻ്റെയും സാംസ്കാരിക അഭിമാനത്തിൻ്റെയും പേരിലും തിരിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ ഹൽദ്വാനിയിലെ സംഭവം വ്യക്തിയെയോ രാഷ്ട്രീയ പാർട്ടിയെയോ മാത്രം ലക്ഷ്യമിടുന്ന വിഷയമല്ല, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെയാണ് വെട്ടിമാറ്റുന്നത്. ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിന്റെ വാഗ്ദാനം സമൂഹത്തിന്റെ എത്രത്തോളം ആഴത്തിലേക്കാണ് എത്തിയതെന്ന് ആത്മപരിശോധന നടത്തേണ്ട സമയമാണിത്. ഒരു മനുഷ്യന്റെ ജനനം അവന്റെ സാമൂഹിക ബഹുമാനം നിർണ്ണയിക്കുമെന്ന ധാരണ നിലനിൽക്കുന്നിടത്ത് ജനാധിപത്യ സമത്വം അപൂർണമാണ്. തുല്യനായി ജീവിക്കാനുള്ള അവകാശം ജനാധിപത്യത്തിന്റെ ഹൃദയമാണ്. ഒരു ദലിത് നേതാവിന്റെ സാന്നിധ്യം അശുദ്ധിയായി കാണുന്ന മനോഭാവം നിലനിൽക്കുമ്പോൾ ഭരണഘടനയുടെ ആത്മാവാണ് അപമാനിക്കപ്പെടുന്നത്. ജാതി വിവേചനത്തിന്റെ ഓരോ പ്രകടനത്തെയും അപലപിക്കുന്നതിൽ മാത്രം കാര്യമില്ല. അതിനെ വീണ്ടും വീണ്ടും ജനിപ്പിക്കുന്ന ജാതി വ്യവസ്ഥയുടെ വേരുകളെയാണ് പിഴുതെറിയേണ്ടത്. അംബേദ്കർ മുന്നറിയിപ്പ് നൽകിയ രാഷ്ട്രീയ സമത്വവും സാമൂഹിക അസമത്വവും തമ്മിലുള്ള വൈരുദ്ധ്യം ഇന്നും ഇന്ത്യയെ വേട്ടയാടുകയാണ്. ഭരണഘടന ഓരോ പൗരനും തുല്യാവകാശം ഉറപ്പു നൽകുമ്പോഴും ജനനം മനുഷ്യന്റെ സാമൂഹിക പദവി നിർണ്ണയിക്കുന്ന സാഹചര്യം പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. വോട്ട് ചെയ്യുന്നതിൽ എല്ലാവരും തുല്യരായിരിക്കാം, എന്നാൽ സമൂഹത്തിൽ ഒരാളുടെ ബഹുമാനവും അവസരവും ഇപ്പോഴും ജാതിയുടെ പേരിൽ അളക്കപ്പെടുന്നുവെങ്കിൽ ജനാധിപത്യത്തിന്റെ ദൗത്യം പാതിവഴിയിലാണ്. ജാതി കേവലം വിവേചനത്തിന്റെ ഒരു രൂപമല്ല, അത് തലമുറകളായി കൈമാറപ്പെടുന്ന പ്രത്യേക അവകാശത്തിന്റെയും കീഴാളത്വത്തിന്റെയും ഒരു സാമൂഹിക ഘടനയാണ്. വിവേചനത്തിനെതിരെ സ്ഥാപനപരമായ സംവിധാനങ്ങൾ ശക്തമാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഉയരുന്ന പ്രതിരോധം തുല്യതക്കെതിരായ എതിർപ്പ് മാത്രമല്ല, പാരമ്പര്യമായി ലഭിച്ച അധികാരവും പ്രത്യേക അവകാശവും സംരക്ഷിക്കാനുള്ള മനോഭാവം കൂടിയാണ്. അതുകൊണ്ട് ജാതി വിവേചനത്തിനെതിരെ പ്രതിഷേധിക്കുക മാത്രം പോരാ, ജാതിയുടെ സാമൂഹിക അധികാരത്തെ തന്നെ ചോദ്യം ചെയ്യണം. ദലിത് സമൂഹത്തിന് വേണ്ടത് സംവരണവും തൊഴിലും മാത്രമല്ലെന്ന് അംബേദ്കർ മുന്നോട്ട് വെച്ച ആശയത്തിന്റെ പ്രസക്തി ഇവിടെയാണ്.
ശരിയാണ്. ഇന്ത്യയെ ഒരു ആധുനിക ജനാധിപത്യ റിപ്പബ്ലിക്കായി നിർവചിക്കുന്നത് ജാതിയല്ല, പൗരത്വമാണ്. ഇവിടെ യുവതലമുറയുടെ പങ്ക് നിർണായകമാണ്. ജന്തർ മന്ദറിൽ അടുത്തിടെ കണ്ട വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭങ്ങൾ പുതിയ സാമൂഹിക ബോധത്തിന്റെ സൂചനകളാണ്. അവർ പരീക്ഷാ ക്രമക്കേടുകൾക്കും പേപ്പർ ചോർച്ചയ്ക്കുമെതിരെ മാത്രമല്ല, നീതിക്കും തുല്യാവകാശത്തിനും മാന്യതക്കും വേണ്ടിയാണ് ശബ്ദമുയർത്തിയത്. ജാതി, മതം, പ്രദേശം തുടങ്ങിയ വേർതിരിവുകൾക്കപ്പുറം യുവാക്കൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ പഴയ സാമൂഹിക അധികാര ഘടനകൾക്ക് അത് സ്വാഭാവികമായും അസ്വസ്ഥത സൃഷ്ടിക്കുന്നു. ജാതി വിവേചനത്തിനെതിരായ പ്രസംഗങ്ങളും പ്രതീകാത്മക പ്രതിഷേധങ്ങളും മാത്രം മതിയാകില്ല. ജാതിയുടെ പേരിലുള്ള അധികാര ബന്ധങ്ങളെയും സാമൂഹിക മേൽക്കോയ്മയെയും ചോദ്യം ചെയ്യണം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് ജാതീയ അനീതിയുടെ ചരിത്രം മായ്ച്ചു കളയുന്നതിലൂടെ ജാതി ഇല്ലാതാകില്ല. നേരെ മറിച്ച് അതിനെക്കുറിച്ചുള്ള സാമൂഹിക ബോധം ദുർബലമാവുകയാണ് ചെയ്യുന്നത്. ചരിത്രത്തിലെ അസ്വസ്ഥമായ സത്യങ്ങളെ മറക്കുകയല്ല, തുല്യതാബോധത്തിലൂടെ പുതിയ തലമുറയെ അവയെ ചോദ്യം ചെയ്യാൻ പ്രാപ്തരാക്കുകയാണ് വേണ്ടത്. മനുഷ്യനെ ജനനത്തിന്റെ പേരിൽ വേർതിരിക്കുന്ന എല്ലാ വേർതിരിവുകൾക്കും മുകളിലായി ഭരണഘടനാപരമായ പൗരത്വത്തെ സ്ഥാപിക്കണമെന്ന ആശയമാണ് മുന്നോട്ട് വെക്കേണ്ടത്. ഇന്ത്യക്കാരൻ എന്ന തിരിച്ചറിവ് ജാതിയിൽ നിന്നല്ല, തുല്യാവകാശത്തിലും സ്വാതന്ത്ര്യത്തിലും നീതിയിലും സഹോദരത്വത്തിലുമാണ് രൂപപ്പെടേണ്ടത്. ഇന്ത്യ യഥാർത്ഥത്തിൽ സ്വതന്ത്രമാവുക മനുഷ്യനെ ജനനത്തിന്റെ പേരിൽ അളക്കുന്ന അവസാന മതിലും തകർന്നു വീഴുമ്പോഴാണ്. മനുഷ്യനെ ജനനത്തിന്റെ പേരിൽ വേർതിരിക്കുന്ന എല്ലാ അതിർവരമ്പുകളെയും മുറിച്ചു മാറ്റേണ്ടത് ഈ തലമുറയുടെ ചരിത്ര ദൗത്യമാണ്. Waytonikah.com, the exclusive Muslim matrimonial site.